ഹായ് ഹലോ ഒരു വെണ്ണ അസ്സലാമു അലൈക്കും. ഇപ്പച്ചാവും എന്ന രീതിയിലാണ് ഈ പഴങ്ങളെല്ലാം അടുക്കളയിൽ ഇരുന്നത്. അപ്പോൾ നമുക്കിന്ന് യുമാരെ കൊണ്ടാവാം ഒരു പരീക്ഷണം. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മളൊരു പാൻ എടുക്കുക, അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിലേക്ക് ചെരുക്കി വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കുക. നിങ്ങളുടെ അളവിനനുസരിച്ച് ചേർക്കുക കേട്ടോ. നല്ല രീതിയിൽ അങ്ങ് ഇളക്കി മിക്സ് ചെയ്യുക. അപ്പോൾ എന്തായാലും ഉമ്മച്ചി ഇതിലേക്ക് കാഷ്യും കിസ്മിസും വറുത്തത് നേരത്തെ പൊരിച്ച് വയ്ക്കാനായിട്ട് മറന്നു പോയതാണ്. അപ്പോൾ എന്തായാലും ഉമ്മച്ചി തേങ്ങേനെയൊക്കെ സൈഡിലോട്ട് മാറ്റിയിട്ട് നടുക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് ഒരു കാഷ്യും കിസ്മിസും ഒക്കെ ഇതിൻ്റെ നടുക്കോട്ട് തന്നെ ഇട്ടിട്ട് അതിനിങ്ങനെ ഇളക്കുകയാണ്. ശരിക്കും ഞാൻ ഉമ്മച്ചിയുടെ ബുദ്ധി ഒരു അപാരം തന്നെ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യുക, കാഷ്യും കിസ്മിസും ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാഷ്യും കിസ്മിസും ഒഴിവാക്കാം കേട്ടോ. ഇനി നല്ല രീതിക്ക് ഇളക്കിയതിന് ശേഷം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്കും ഏലക്ക പൊടിച്ചതും പഞ്ചസാരയും കൂടി ചേർത്ത് നല്ല രീതിയിൽ ഇളക്കാൻ വേണമെങ്കിൽ ഒരു മുട്ടയൊക്കെ നിങ്ങൾക്ക് പൊട്ടിച്ചൊഴിക്കാം. ഇപ്പോൾ അതൊന്നും വേണ്ട. നമുക്ക് ഇനി എന്ത് ചെയ്യുക, ഇത് ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി ഒരു പഴം എടുക്കുക, നമ്മളിങ്ങനെ നടുവേലൊന്ന് കീറിയെടുക്കുക. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഒരു ഫില്ലിങ് നിറച്ച് കൊടുക്കുക ഇതിലേക്ക്. അപ്പോൾ ഇത് നമ്മൾ വാഴയ്ക്കപ്പത്തിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു ബാറ്ററാണ്, അതിലേക്കാണ് നമ്മൾ മുക്കിയിട്ട് ഇത് പൊരിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും എന്ത് ചെയ്യുക, നല്ല ചൂടായ എണ്ണയിലേക്ക് ഈ പഴങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് നല്ല രീതിയിൽ അങ്ങ് ഫ്രൈ ചെയ്തെടുക്കാതെ ഒരു സൈഡ് മൊരിഞ്ഞപ്പോൾ നമ്മൾ അപ്പുറത്ത് തിരിച്ചിട്ടിട്ട് പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ്. അപ്പോൾ എന്തായാലും നല്ല പഴുത്ത പഴമായിട്ട് നല്ല മധുരം ഉണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇവിടെ ഇത്രയേ ഉള്ളൂ.